ശ്രീ ഷാപ്രസാദ്, നമുക്ക് കേരളത്തിന്റെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും അപ്പാടി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ എങ്കിൽ പോലും എൻ ഡി എയുടെ ഒരു മുന്നേറ്റം ഈ CNN ന്യൂസ് 18 പോലുള്ള അവർ പ്രവചിക്കുന്നുണ്ട്. 4 സീറ്റ് വരെ എൻ ഡി എക്ക് പ്രവചിക്കുന്നു. LDFന് 68 സീറ്റ് വരെ, UDFന് 80 സീറ്റ് വരെ. അപ്പോൾ നമ്മൾ ഈ പ്രചരണ കാലയളവിൽ കണ്ടതിന് സമാനമായിട്ടുള്ളൊരു ട്രെൻഡായിട്ട് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? ഏകദേശം ആ ഒരു എക്സ്പെക്റ്റഡ് ലെൻസിൽ തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്ത് ചെറിയ ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇവിടെ ഒരു UDF അനുകൂല തരംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഒരു തരംഗത്തിൻ്റെ ലക്ഷണമല്ല ഇത്. കാര്യം ഇവർ തമ്മിൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് തന്നെയാണ്. ഇവരുടെ മാർജിൻ ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ മാർജിനലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചിലപ്പം ഈ പറഞ്ഞ പോലെ BJP സപ്പോർട്ടേഴ്സും ഒക്കെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മാതിരി ഒരു ഹങ് അസംബ്ലിയിലേക്ക് പോകാനുള്ള സാധ്യത വരെ ഇപ്പോഴുണ്ട്. കാര്യം ഈ 70-80 എന്ന് പറഞ്ഞാൽ കാര്യം ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ മാർജിനിലൊക്കെ ജയിക്കുന്ന സീറ്റുകളൊക്കെ ധാരാളം കാണും. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മറിയാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെയും ഒരു സാധ്യത നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല. എന്താണെങ്കിലും ഇവിടെ ഈ 10 വർഷം ഭരിച്ച LDFനെതിരെയുള്ള ഒരു ജനവികാരം വേണ്ട രീതിയിൽ മുതലെടുക്കാൻ, അതിനെ ഉപയോഗിക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ എക്സിറ്റ് പോൾ, ഈ സൂചനകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പം എന്തായാലും പലപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ യഥാർത്ഥ ഫലങ്ങൾ വന്ന ചരിത്രം ധാരാളം ഉണ്ട്. കാര്യം ഈ സർവേ പക്ഷേ ഏകദേശം ഏതാണ്ട് എല്ലാ ഏജൻസികളും മോർ ഓർ ലെസ് ഒരേ റിസൾട്ടാണ് പുറത്ത് വിടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഒരു വിശ്വാസ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു തരംഗം ഇല്ല എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്ന കണക്കുകളാണ്. കാരണം ഇപ്പോൾ VD സതീശനൊക്കെ അവകാശപ്പെടുന്ന പോലെ 100 സീറ്റ് എന്ന രീതിയിലേക്ക് എല്ലാവരും തന്നെ ഒരു 75, 80, 85 ആ ഒരു റേഞ്ച് മാത്രമാണ് UDFന് പ്രവചിക്കുന്നത്. അപ്പോൾ ഈ VD സതീശൻ അവകാശപ്പെടുന്ന പോലെ ഒരു 100+ പോകാനുള്ളൊരു സാധ്യത നിലവിലെ ഘട്ടത്തിൽ ഇപ്പോൾ ഇവർ പറയുന്ന റിസൾട്ട് അനുസരിച്ച് നമുക്ക് കാണുന്നില്ല, അല്ലേ? ഇല്ല, നെവർ. ഇപ്പൊ പല ഇതും പറയുന്നു നോക്കൂ, 62 മുതൽ 69 വരെ, 71 മുതൽ 70 ഈ ലെവലിലാണ് നിൽക്കുന്നത്. ഇത് രണ്ടോ മൂന്നോ എണ്ണോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലത്തെ അവസ്ഥ എന്താ? അവിടെയാണ് അതിൻ്റെ ഇതില്ല. അവിടെ BJP ഒരു നിർണായക ഘടകമായി മാറും. അങ്ങനെ ഒരു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. അത് നമ്മളൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഒരു ഗെയിം ചേഞ്ചറിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇനിയിപ്പം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെ ആർക്കാണെങ്കിലും അത് വളരെ നേരിയ ഒരു ഭൂരിപക്ഷമാണ്. ഒരു നൂൽപ്പാലത്തിൽ കൂടെ ഉള്ള ഭൂരിപക്ഷമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പൊ UDFനാണ് അങ്ങനെ ഒരു മുൻതൂക്കം ഇതിൻ്റെ അത് കാണുന്നത്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ നിലപാടുകളും ഇങ്ങനെയുള്ള ഇതെല്ലാം വലിയ വലിയ വിഷയങ്ങളായി മാറും. എന്തായാലും ഭരിക്കാൻ പോകുന്നവരുടെ അത്ര സുഖകരമായ രീതിയിലായിരിക്കില്ല. അവരുടെ ഒരു വലിയ മുൾക്കിരീടമാണ് എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഉറപ്പാണത്. അതുപോലെ BJPക്ക് 2-3 സീറ്റ് മതിയെന്നേ. അവർക്ക് ദാറ്റ് ഈസ് ഇനഫ്. ശോഭാ സുരേന്ദ്രനെ പോലെയൊക്കെയുള്ള 2-3 പേര് അസംബ്ലിയിൽ എത്തിയാൽ അതും മതി. എന്തിനാ കൂടുതൽ? അത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ആർക്കാണെങ്കിലും ഭൂരിപക്ഷം കിട്ടുന്നത്, ഭരിക്കുന്നവരാരാണെങ്കിലും അവർ അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. മറ്റൊരു കാര്യം കൂടി, ഈ പറയുന്നത് പോലെ ബംഗാളിൽ BJPയുടെ വലിയൊരു മുന്നേറ്റം അവിടെ പ്രവചിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരിക്കത്തില്ലേ BJPയുടെ ഒരു മുന്നേറ്റം ബംഗാളിൽ? ബംഗാൾ ഇത്തവണ BJPയുടെ മുഴുവൻ കേന്ദ്ര നേതൃത്വത്തിന്റെ മുഴുവനും ഫോക്കസ് ബംഗാളിൽ തന്നെയായിരുന്നു. ആസാം ഡിസൈഡഡ് ആണ്. അവിടെ ക്ലീൻ സ്വീപ്പായിട്ട് തന്നെ ജയിക്കുമെന്നുള്ള ഒരു ഉറപ്പായിരുന്നു. പിന്നുള്ള മുഴുവൻ ഫോക്കസും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും BJPയുടെ സംഘടനാ സംവിധാനത്തിൻ്റെയും എല്ലാം ഫോക്കസ് ബംഗാളിലായിരുന്നു. ബംഗാൾ വളരെ ക്രൂഷ്യലാണ്. വളരെ വലിയ സംസ്ഥാനമാണ്, അതിർത്തി സംസ്ഥാനമാണ്. ഒരുപാട് രാജ്യത്തിന് തന്നെ ഒരുപാട് സുരക്ഷാ ഭീഷണികൾ വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന, നുഴഞ്ഞുകയറ്റം പോലുള്ള കാര്യങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ബംഗാളിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല.
യെസ്. ഒപ്പം തന്നെ നേരത്തെ അങ്ങ് പറഞ്ഞു തമിഴ്നാട് പിന്നെ നമുക്ക് വേറെ ഒരു ഡിസ്കഷൻ ഒരു സ്കോപ്പ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ DMK തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അവിടെ പറയുന്നത്. TVK അതായത് വിജയുടെ പാർട്ടിക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ കുറച്ച് സീറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു നിർണായക ശക്തിയാകാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൻ്റെ അവിടുത്തെ ഒരു രാഷ്ട്രീയം തന്നെ വ്യത്യസ്തമാണത്. ആ തമിഴ്നാടിൻ്റെ എന്താണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ ഉള്ള ഒരുപാട് എന്താണ് ചിന്താഗതികളും ഈ കടുത്ത തമിഴ് ദേശീയവാദവും തമിഴ് വാദവും ജാതി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിനെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലെ രാഷ്ട്രീയവുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് പ്രയാസമാണ്. അത് എന്തോ നമുക്കത് വിലയിരുത്താൻ തന്നെ പ്രയാസമായിട്ടുള്ളൊരു പ്രവചനാതീതമായൊരു സംസ്ഥാനമാണ്.